ശ്രീ പി ജയരാജൻ ഇന്നിപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വരികയാണ് തുടർച്ചയായ ജാഗ്രതക്കുറവ് LDF കൺവീനറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന്. അതങ്ങനെ വ്യക്തിപരമായ ഒരു കാര്യമെന്ന് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ തള്ളിക്കളയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു ജാഗ്രതക്കുറവ് പല കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ്. പി ജയരാജൻ പറയുകയാണ്, ഞാൻ അങ്ങനെ കാണുന്നവരെയൊക്കെ പാർട്ടിയെ അറിയിക്കണോ? വേണ്ടേ? വേണ്ടതില്ലേ? ഒരു രാഷ്ട്രീയമായ ഏറ്റവും പ്രധാനപ്പെട്ട നിൽക്കുന്ന സംഘപരിവാർ എന്ന നിങ്ങളുടെ രാഷ്ട്രീയ ശത്രുവുമായ ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെങ്കിൽ അത് പാർട്ടി അറിയേണ്ടതല്ലേ എന്നൊരു ചോദ്യം ഒരു സാധാരണ ഇടതുപക്ഷക്കാരനും പ്രവർത്തകനും അണിക്കും ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ LDF കൺവീനർ അങ്ങനെ ചിന്തിച്ചില്ല എങ്കിലും ഇതിനു മുൻപ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പാർട്ടിയെ അറിയിക്കേണ്ടതുണ്ടോ എന്ന്, ചില ഇടപാടുകൾ അറിയിക്കേണ്ടതുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അറിയിക്കേണ്ടതില്ല എന്ന് ചില പാനലിസ്റ്റുകൾ ആ സമയത്ത് നിലപാടെടുക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെയാണോ വ്യക്തിപരമായ ഇടപാടുകൾ, വ്യക്തിപരമായ ബന്ധങ്ങൾ, സാമ്പത്തിക സ്രോതസ്, വരുമാനം, ഇതൊക്കെ പാർട്ടി പരിശോധിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നതല്ലേ? ഇവിടെ മാധുവിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് മുമ്പേ ശ്രീ രാജു ഇവിടെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നിഷേധിച്ചു. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം എല്ലാവർക്കും അറിയാലോ, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം എല്ലാവർക്കും അറിയാം. അദ്ദേഹം പറയാണ് 1967 പഞ്ചാബിൽ ജനസംഘത്തോടൊപ്പം മന്ത്രിസ്ഥാനം പങ്കിട്ടെടുത്തു CPIM. അത് അദ്ദേഹം തന്നെ അവസാനം നിഷേധിച്ചു. സുർജിത്തിന് മന്ത്രിസ്ഥാനത്ത് അനുവാദം കൊടുത്തിട്ടില്ല എന്ന്. ഇവിടെ 1967 രാഷ്ട്രീയ ചരിത്രം എന്താ? ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടി 20 വർഷം കഴിയുമ്പോഴേക്ക് 9 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വിരുദ്ധ സർക്കാരുകൾ അധികാരത്തിൽ വന്നു. കേരളം ഉൾപ്പെടെ, കേരളം, തമിഴ്നാട് ഉൾപ്പെടെ, പഞ്ചാബ് ഉൾപ്പെടെ കോൺഗ്രസ് വിരുദ്ധ സർക്കാരുകൾ അധികാരത്തിൽ വന്നു. അതിൽ പഞ്ചാബിൽ ജനസംഘം പങ്കാളികളായി. അതുകൊണ്ട് തന്നെ CPM അങ്ങോട്ട് പോയിട്ടില്ല, പങ്കാളിത്തം വഹിച്ചിട്ടില്ല. ഇതാണ് ചരിത്രം. അപ്പോൾ ചരിത്രത്തെ ഇങ്ങനെ വക്രീകരിക്കരുത് എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാജുവിനോട് പറയാനുള്ളത്. പിന്നെ അദ്ദേഹം 1977 പിണറായി വിജയൻ എങ്ങനെയാണ് ജയിച്ചതെന്ന് ചോദിച്ചല്ലോ. അത് പിണറായി വിജയൻ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ആർക്ക്? നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിക്ക്. രാഹുൽ ഗാന്ധി ചോദിച്ചല്ലോ, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് ജയിലിലടക്കാത്തത് എന്ന് ദേശീയ നേതാവ് താഴെയുള്ള ചാച്ചാ പീച്ചി കോൺഗ്രസ് നേതാവിൻ്റെ നിലയിലേക്ക് അധപ്പതിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. അതിന് പിണറായി കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മുത്തശ്ശി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ 1.5 കൊല്ലം ജയിലിൽ കഴിഞ്ഞിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് താൻ. എന്തായിരുന്നു അന്നത്തെ അവസ്ഥ? അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭാംഗത്വം റദ്ദാക്കിയ വിധിയെ തുടർന്ന് പ്രധാനമന്ത്രി പദം നഷ്ടപ്പെടുമെന്ന് വന്നപ്പോൾ ഈ രാജ്യത്തിലെ ജനകോടികളുടെ പൗരാവകാശങ്ങൾ കവർന്നെടുത്തുകൊണ്ട് അതിക്രമങ്ങളും അക്രമങ്ങളും കൊലകളും നടത്തിയിട്ടുള്ള അടിയന്തരാവസ്ഥയുടെ ഭരണം, അതിനെ സഖാവ് AKG വിശേഷിപ്പിച്ചത് ഒരു പെൺ ഹിറ്റ്ലർ ജനിച്ചതായിട്ടാണ്. ആ പെൺ ഹിറ്റ്ലറായിട്ട് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ ഭരണം വന്നപ്പോൾ രാജ്യത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷത്തുള്ള പാർട്ടികളിൽ ഒരു ഏകോപനം വന്നു. ജനസംഘം പിരിച്ചുവിട്ടിട്ട് ജനതാ പാർട്ടി ലയിച്ചു, സംഘടനാ കോൺഗ്രസ്, സ്വതന്ത്ര പാർട്ടി ഇവരെല്ലാം ലയിച്ചുകൊണ്ട് ജനതാ പാർട്ടി രൂപീകരിച്ചു. എന്തിനു വേണ്ടി? ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ ഭരണത്തെ അറബിക്കടലിൽ എറിയാൻ വേണ്ടി. ആ ഘട്ടത്തിൽ ജനതാ പാർട്ടിയുമായിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം 2 വർഷത്തിനകം ആ ജനതാ പാർട്ടിക്കകത്ത് ദ്വയാംഗത്വ പ്രശ്നം ഉയർന്നു വന്നു. RSSലും ജനതാ പാർട്ടിയിലും ഒരേ സമയം അംഗത്വമാവാമോ എന്നുള്ള പ്രശ്നം വന്നപ്പോൾ CPIM ദ്വയാംഗത്വ പ്രശ്നത്തിൽ RSS വിരുദ്ധ നിലപാട് സ്വീകരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ RSSനെതിരായിട്ട് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാട് ഉയർത്തിപ്പിടിച്ച ഒരു പാർട്ടിയാണ് CPIM എന്ന ചരിത്രം നിങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിച്ചാലും രാഷ്ട്രീയ വിദ്യാർത്ഥികൾ അതൊക്കെ ചോദ്യം ചെയ്യും എന്നാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഈ RSS BJPയുമായിട്ട് താത്വികമായിട്ട് ആദർശപരമായിട്ട് തന്നെ യോജിക്കുന്ന നിലപാട് കോൺഗ്രസിനാണ് എന്ന് നേരത്തെയുള്ള ചില ഉദാഹരണങ്ങളിലൂടെ ഞാൻ പറഞ്ഞു. KPCC പ്രസിഡന്റിൻ്റെ കാര്യം. പ്രതിപക്ഷ നേതാവാണല്ലോ VD സതീശൻ. അദ്ദേഹം RSSൻ്റെ ശാഖയിൽ പോയിട്ട് ഗോൾവാൾക്കറുടെ പടത്തിന് മുമ്പിൽ നിലവിളക്ക് കൊളുക്കുന്ന ചിത്രം വന്നല്ലോ. ഒരു CPMൻ്റെ ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും നേതാവിനെ കുറിച്ച് അങ്ങനെ പറയാമോ? അപ്പോൾ ഇവിടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും സാമൂഹ്യ നീതിക്കും വലിയ ഭീഷണിയായിട്ടുള്ള ഒരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഒരു ശക്തിയാണ് രാജ്യത്തിലെ RSS. അതിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അതിനെതിരായിട്ട് ദൃഢമായിട്ടുള്ള നിലപാട്, ഉറച്ച നിലപാട് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നരേന്ദ്രമോദി പങ്കെടുക്കുമ്പോൾ ഞങ്ങളെയൊക്കെ ക്ഷണിച്ചപ്പോൾ, CPMനെ ക്ഷണിച്ചപ്പോൾ CPM കൃത്യമായി നിലപാട് സ്വീകരിച്ചല്ലോ. ആർജവം കാണിച്ചു. അതിന് ആർജവം കാണിച്ചോ കോൺഗ്രസ്? ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. നിലപാടില്ലാത്ത ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുന്നു. ഇവിടെ
സംഘപരിവാറിനും BJP-ക്കുമെതിരായി ഉറച്ച പ്രത്യയശാസ്ത്ര നിലപാടോടുകൂടി സ്വാതന്ത്ര്യത്തിന് ശേഷം നിലപാട് സ്വീകരിച്ച ഒരു പാർട്ടിയാണ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പിന്നീട് CPM ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രകാശ് ജാവേദ്കർ എന്ന BJP-യുടെ നേതാവുമായിട്ടൊരു കൂടിയാലോചന നടത്തി. അതിൻ്റെ പേരിൽ ആ ഇടനിലക്കാരൻ ചെയ്തിട്ടുള്ള ഇത്തരം കൃത്യങ്ങളിൽ ജാഗ്രത കാണിക്കേണ്ടിയിരുന്നു എന്ന് പറഞ്ഞത്. അതിനപ്പുറം അദ്ദേഹം BJP-യിൽ ചേരാൻ വേണ്ടി പോയിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. KPCC പ്രസിഡന്റ് സുധാകരൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നുമ്പോൾ ഞാൻ BJP-യിൽ പോകും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അത്ഭുതകരമായിട്ട് മരണവക്ത്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണല്ലോ. 2 RSSകാരെ വാടകയ്ക്കെടുത്തിട്ടാണ് സുധാകരൻ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചത്. സുധീഷ് കേസിലെ പ്രതിയായിട്ടുള്ള ഒരു RSSകാരനെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് കൊലയാളി സംഘം രൂപീകരിച്ചു. അതിന് വിധേയമായിട്ടുള്ള ആളാണ് സഖാവ് EP ജയരാജൻ. RSSൻ്റെ ബോംബാക്രമണം. ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് മാധു. രാജ്യത്തുടനീളം മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ ഇത് ത്രിവിധ ദോഷങ്ങളാണെന്ന് പ്രഖ്യാപിക്കുന്നവരാണ് RSSകാർ. ഈ കേരളത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ 215 ആളുകളുടെ ജീവനാണ് RSS അക്രമത്തിൻ്റെ ഫലമായി നഷ്ടപ്പെട്ടത്. കോൺഗ്രസിന് അങ്ങനെ അവകാശപ്പെടാൻ കഴിയുമോ? അപ്പോൾ രാജ്യത്തെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും വിശേഷിച്ച് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെ വലിയ ആക്രമണം നടത്തുമ്പോഴും കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെറുത്ത് പരാജയപ്പെടുത്തുന്ന ഒരു ജനകീയ ശക്തിയാണ് CPIM. അത് നേതൃത്വം കൊടുക്കുന്ന ശക്തിയാണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള വിശ്വാസ്യത കളങ്കപ്പെടുത്താൻ ഇതുപോലെയുള്ള എന്തെങ്കിലും ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന കൊണ്ട് കഴിയില്ല എന്നതാണ് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. ശരി ശ്രീ P. ജയരാജൻ.